بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ സഹോദര സഹോദരിമാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 21-ാമത്തെ ആയത്ത് മുതൽക്കാണ് അൽ-കഹ്ഫ് സൂറത്തിൽ നിന്ന് എടുക്കുന്നത്. ഇരുപത്തൊന്നാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വകദാലിക അസർനാ അലൈഹിം ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ വഇന്ന അസ്സാഅത ലാ റൈബ ഫീഹാ ഇദ് യതനാസഊന ബൈനഹും അംറഹും ഫഖാലു ബനൂ അലൈഹിം ബുനിയാനാ ربهم أعلم بهم قال الذين غلبوا على أمرهم لنتخذن عليهم مسجدا. അസ്ഹാബുൽ കഹ്ഫ് 309 കൊല്ലം ഈ ഗുഹയിൽ കഴിച്ചുകൂട്ടി ഉറങ്ങിക്കിടന്ന ആ ഉറക്കം ഉണർന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് 21-ാമത്തെ ആയത്തിൽ പറയുന്നത്. അവർ ഉണർന്നു നോക്കുമ്പോൾ നാടാകെ മാറിയിരിക്കുകയാണ്. രാജാവ് മാറി, ഭരണം മാറി. രാജാവ് അവിശ്വാസിയായ രാജാവായിരുന്നു. ഏകദൈവ വിശ്വാസികളെല്ലാം കൊന്നൊടുക്കുന്ന രാജാവായിരുന്നു ആദ്യത്തിലുണ്ടായിരുന്നു. ഇവർ ഉറങ്ങാൻ കിടക്കുന്ന കാലത്തുള്ള ആ രാജാവ് മാറി, അള്ളാഹുവിൽ വിശ്വാസമുള്ള രാജാവായി മാറി. അപ്പോൾ വിശ്വാസികൾക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും ചെയ്യുകയും അവിശ്വാസികൾ ആരെയും ആക്രമിക്കാതിരിക്കുകയും ചെയ്യുന്ന ഇസ്ലാമിന്റെ വീക്ഷണമനുസരിച്ച് രാജ്യം ഭരിക്കുന്ന രാജാവായിരുന്നു. വിശ്വാസത്തിന്റെ പേരിൽ ആരെയും ആക്രമിക്കില്ല, നിരപരാധികളെ പിടിച്ചാക്രമിക്കില്ല. ഇങ്ങനെയുള്ളതാണല്ലോ ഇസ്ലാമിന്റെ ശൈലി. ഈ ശൈലി അനുസരിച്ച് ഭരിക്കുന്ന രാജാവായിരുന്നു ആയി മാറി. 309 കൊല്ലത്തിന് ശേഷം വന്ന മാറ്റമാണ് ഇവിടെ വിവരിക്കുന്നത്. ഇവര് ഉറക്കം ഉണർന്നു നോക്കുമ്പോൾ ഇത് ആളുകൾ അറിയണ്ടേ, ഇങ്ങനെ ഒരു അസ്ഹാബുൽ കഹ്ഫ് ഇവിടെയുണ്ട് എന്നുള്ള വിവരം ജനങ്ങൾ അറിയണം. ഇതിന്റെ തുടക്കത്തിൽ ജനങ്ങൾക്കൊക്കെ അറിയാമായിരുന്നു. അന്നുള്ള ഭരണാധിപന്മാരെ പേടിച്ചുകൊണ്ട് ഇവര് ഗുഹയിൽ കടന്നുകൂടി. അങ്ങനെ ഇവര് അല്ലാഹു തആല കുറെ കൊല്ലങ്ങളോളം അല്ലാഹു അവരെ ഉറക്കിക്കെടുത്തി എന്നൊക്കെ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ഇവർ ഉറങ്ങി എഴുന്നേൽക്കുന്നതാണ് സന്ദർഭം. ഉറങ്ങി എഴുന്നേറ്റ് ഇവര് ഒരു ഭക്ഷണം മേടിക്കാൻ വേണ്ടി പട്ടണത്തിലേക്ക് അവരെ കയ്യിലുള്ള നാണയവുമായിട്ട് പറഞ്ഞയക്കുകയാണ് ഒരാൾ. അങ്ങനെ അവിടെ വെച്ചാണ് ഇവരുടെ സത്യാവസ്ഥയും ഇവരുടെ ഐഡന്റിറ്റിയും ഒക്കെ വെളിവായി വരുന്നത്. അതിനെ സംബന്ധിച്ച് ഇവിടെ പറയണം. കദാലിക ഇതേ രീതിയിൽ അയസർന അവരെ സംബന്ധിച്ചുള്ള വിവരം നാം ജനങ്ങൾക്ക് നൽകി, അലൈഹിം അവരെ സംബന്ധിച്ചുള്ള അസ്ഹാബുൽ കഹ്ഫിനെ സംബന്ധിച്ചുള്ള വിവരം നമ്മൾ ജനങ്ങൾക്ക് നൽകി, ജനങ്ങളെ അറിയിച്ചു കൊടുത്തു. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ തീർച്ചയായും അല്ലാഹുവിന്റെ വാഗ്ദത്തം ഹഖ്ഖുൻ സത്യമാണ്. വഇന്ന അസ്സാഅത ലാ റൈബ ഫീഹാ ഖിയാമത്ത് നാള് നിസ്സംശയം അത് ഉണ്ടാവുക തന്നെ ചെയ്യും എന്നുള്ള കാര്യവും ഇവർ മനസ്സിലാക്കാൻ വേണ്ടി ഇത് യതനാസഊന ബൈനഹും അവരെ തമ്മിൽ ചർച്ചയായി, അംറഹും അവരുടെ കാര്യത്തിൽ. അതായത് അവർ തമ്മിൽ 309 കൊല്ലത്തിന് ശേഷം ഉറക്കിൽ നിന്ന് ഉണർന്ന ഇവര് അസ്ഹാബുൽ കഹ്ഫിനെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും അങ്ങനൊക്കെ ചെയ്തപ്പോൾ അവിടെയുണ്ടായിരുന്ന ജൂതന്മാരാണല്ലോ, അഹ്ലു കിതാബികളാണ്. ജൂതന്മാര് എന്നല്ല, അഹ്ലു കിതാബികളാണ് ഇവിടെ പരസ്പരം
തർക്കിച്ചു കൊണ്ടിരിക്കുന്നതും എല്ലാം. ഇവര് പരസ്പരം പറയാന്ന് പറഞ്ഞാൽ അവരിൽ ചിലർ പറഞ്ഞു ഫഖാലു, അവരിൽ ചിലർ പറഞ്ഞു ഇബ്നു അലൈഹിം, അവർക്ക് അവരുടെ മേൽ നിങ്ങൾ നിർമ്മിക്കുക ബുഞ്ഞാനൻ, ഒരു ബിൽഡിങ് സ്മാരകമായിട്ടുണ്ടാക്കണം എന്നുള്ളത് ചിലർ അഭിപ്രായം പറഞ്ഞു. അള്ളാഹു ആലം റബ്ബുഹും ആലമു ബിഹിം, പടച്ചവൻ അറിയാം അവരെ സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ. പിന്നെ ഖാലല്ലദീന ഗലബു, ഇവരിൽ മറുവിഭാഗം ഉണ്ടല്ലോ, അവര് കൂടുതൽ ആളുകളെ സപ്പോർട്ടുള്ളവരായിരിക്കും. അതുകൊണ്ടാണ് വിജയിച്ചവർ അഭിപ്രായപ്പെട്ടു അലാംദിഹിം, അവരിൽ വിജയിച്ചവർ ഗലബു അലാംദിഹിം, വിജയിച്ചവര് അഭിപ്രായപ്പെട്ടു, വിജയം ലഭിച്ചവര് കൂടുതൽ ആളുകളുടെ സപ്പോർട്ടുള്ള ആളായിരിക്കും. അവര് പറഞ്ഞത് ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ, അവർക്ക് വേണ്ടി ഒരു പള്ളി ഞങ്ങൾ നിർമ്മിക്കും എന്ന് അവർ പറഞ്ഞു. ഞങ്ങൾക്ക് ഇബാദത്തെടുക്കാനും നമസ്കരിക്കാനും ഒക്കെ ആയിട്ട് ഒരു പള്ളി നിർമ്മിക്കും എന്ന് പറഞ്ഞു. അത് ഈ അസ്ഹാബുൽ കഹ്ഫ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നതിന് ശേഷമുള്ള കാര്യമാണ്. അന്നുള്ള ജനങ്ങളാണ് ഈ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ ഒരു സ്മാരകം പണിയായി എന്നുള്ള ഒരു ബിൽഡിങ് പണിയാൻ, ഗുഹാമുഖത്ത് ബിൽഡിങ് പണിയുന്നതിനാ, അത് ഇവരുടെ ഓർമ്മ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അതാണ് ഒരു മെമ്മോറിയൽ സ്ഥാപിക്കുക എന്നുള്ളത് ഇവർ അഭിപ്രായപ്പെട്ടു. അപ്പോൾ ഇവരെ സംബന്ധിച്ചുള്ള ഒരു ഫലകം അവിടെ എഴുതി വെക്കുകയും ചെയ്യുക. ഒരു ചരിത്ര ഫലകം അവിടെ എഴുതി വെച്ച് അസ്ഹാബുൽ സംബന്ധിച്ചുള്ള ചരിത്രം അതിൽ രേഖപ്പെടുത്തി, അങ്ങനെ ഒരു നിലപാട് ഞങ്ങൾ എടുക്കും എന്ന് കുറച്ചാളുകൾ പറഞ്ഞു. മറ്റുള്ളവർ പറഞ്ഞത് ഞങ്ങളൊരു പള്ളി ഉണ്ടാക്കും, ആ പള്ളി ജനങ്ങൾക്ക് ഇബാദത്തെടുക്കാനും നമസ്കരിക്കാനുമായിട്ട് ഒരു പള്ളി നിർമ്മിക്കും എന്നുള്ളതാണ് അവർ പറഞ്ഞത്. പിന്നെ 22-ാമത്തെ ആയത്തിൽ പറയുന്നത് സയഖൂലൂന സലാസത്തുൻ റാബിഉഹും കൽബുഹും വയഖൂലൂന ഖംസത്തുൻ സാദിസുഹും കൽബുഹും റജുമൻ ബിൽഗൈബി വയഖൂലൂന സബഅത്തുൻ വസാമിനുഹും കൽബുഹും ഖുൽ റബ്ബി യഅലമു ബിഇദ്ദതിഹിം മാ യഅലമുഹും ഇല്ലാ ഖലീൽ ഫലാ തുമാരി ഫീഹിം ഇല്ലാ മിറാഅൻ ളാഹിറാ വലാ തസ്തഫ്തി ഫീഹിം മിൻഹും അഹദാ. സയഖൂലൂന, അവർ പറയാണ്, സലാസത്തുൻ 3 പേരാണ്. അസ്ഹാബുൽ കഹ്ഫ് 3 പേരാണ്. 4-ാമത്തത് റാബിഉഹും, അവരിൽ 4-ാമത്തത് നായയാണ്. വയഖൂലൂന, അവർ പറയും ഖംസത്തുൻ 5 പേരാണ്. ഖാമിസുഹും സാദിസുഹും 6-ാമത്തത് അവരുടെ നായയാണ്. കൽബുഹും അവരുടെ നായയാണ്. അപ്പൊ 3 ആളാണ് 4-ാമത്തത് നായ, 5 ആളാണ് 6-ാമത്തത് നായ. ഇങ്ങനെ 2 അഭിപ്രായം പറഞ്ഞു. ഈ 2 അഭിപ്രായത്തെ പറ്റി അല്ലാഹു പറയുന്നത് റജ്മൻ ബിൽ ഗൈബി, അദൃശ്യമായ കാര്യത്തിലുള്ള ഊഹമാണ് അവർ പറയുന്നത്. ഒരു കല്ലെറിയുന്നത് പോലെ, കല്ല് എവിടെ ചെന്ന് എത്തും എന്നുള്ളത് അവർക്കറിയില്ല, ലക്ഷ്യത്തിലെത്തിക്കൊള്ളുന്നില്ല. അപ്പൊ എവിടേക്ക് എത്തുക എന്നറിയില്ല കല്ലെറിയുമ്പോൾ. റജ്മൻ ബിൽ ഗൈബി, ഗൈബ് കല്ലെറിയുന്ന പോലെ എന്നുള്ള ഒരർത്ഥമാണ് ഇവിടെ ഉള്ളത്. ഇതിന് അദൃശ്യമായ കാര്യത്തിലുള്ള ഊഹം ആണ് ഇവർ പറഞ്ഞത് എന്നാണ് ഈ 2 അഭിപ്രായത്തെ പറ്റി. എന്തായാലും യഖൂലൂന, അവർ പറയും സബഅത്തും വസാമിനും, 7 ആളുണ്ട്, 8-ാമത്തത് കൽബുഹും അവരുടെ നായയാണ്. അപ്പോൾ 3, 5, 7 എന്നുള്ള നിലയ്ക്കാണ് അഭിപ്രായങ്ങൾ. 3 ആളാണ്, 5 ആളാണ് എന്നുള്ള അഭിപ്രായത്തെ പറ്റി, അത് അദൃശ്യ കാര്യത്തെ പറ്റിയുള്ള ഭാവന, ഊഹം അവരെടുത്ത് പറയുകയാണെന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. പിന്നെ പറഞ്ഞത് 7 ആളാണ്, 8-ാമത്തത് നായയാണ്. എന്നാൽ നബിയോട് അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ്, അപ്പോൾ നബി പറയണം റബ്ബി യഅലം, എന്റെ രക്ഷിതാവിനറിയാം, അഅലമു ബിഅദദിഹിം, അവരുടെ എണ്ണം എത്രയാണെന്ന് അല്ലാഹുവിനറിയാം എന്ന്. ബിഇദ്ദതിഹിം, അവരുടെ എണ്ണത്തെ സംബന്ധിച്ചുള്ളത് അള്ളാഹുവിന് മാത്രമേ അറിയൂ എന്ന്. മാ യഅലമുഹും, അതിനെപ്പറ്റി അറിയുകയില്ല, ഇല്ല ഖലീലും, കുറഞ്ഞ ആളുകൾക്കല്ലാതെ അറിയില്ല. കുറഞ്ഞ ആളുകൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഫലാ തുമാരി ഫീഹിം, അവരുമായിട്ട് നീ തർക്കിക്കരുത് ഇവരുടെ കാര്യത്തെ സംബന്ധിച്ച്. ഇല്ലാ മിറാഅൻ ളാഹിറൻ, അതിന്റെ യാഥാർത്ഥ്യ രൂപം അറിഞ്ഞതിന് ശേഷമല്ലാതെ
നീ ഇതിൽ അഹ്ലു കിതാബുമായിട്ട് തർക്കിക്കരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നത്. വലാ തസ്തഫ്തി ഫീഹിം, അവരോട് ആരോടും ചോദിക്കേണ്ടതില്ല. എന്നും അവരെ സംബന്ധിച്ച് അഹദൻ, ആരോടും ചോദിക്കേണ്ടതില്ല. നിനക്ക് വഹി അറിയിക്കുന്നത് അത് മതി, അല്ലാതെ മറ്റുള്ളവരോടൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രത്തെ സംബന്ധിച്ച് അഹ്ലു കിതാബിന് പലതും പറയണ്ടാവും. അപ്പൊ അത് ചോദിക്കുമ്പോൾ അവർ ചിലപ്പോൾ കൂട്ടി പറയാം. അപ്പൊ അത് ചോദിക്കണ്ട എന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത്. ഇവിടെ റജമമ്പൽ സബാത്തും മസാമനും 8 ആളാണ്. കുർറബി ആരമും എഴുത്തത്തെയും മായാരമും ഇല്ല കലീൽ, കുറച്ച് ആളുകൾക്ക് അറിയുള്ളൂ എന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അന മിൻ ദാലിക്കൽ ഖലീൽ, ആ കുറച്ച് ആളുകൾ പെട്ട ആളാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് പറയണത് 7 ആളാണ്, 8ാമത്തെ നായയാണ് എന്നുള്ള അഭിപ്രായമാണ് പ്രബലമായത്. കാരണം ഇതിനുള്ള തെളിവ് 3 ആളാണ് 5 ആളാണെന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞത് റജമൻ ബിൽ ഗൈബി, ഊഹം പറയാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇതിൽ ഈ സുബാത്തും മസാമിനും കൽബും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഒരു വാചകം ഇവിടെ വന്നിട്ടില്ല. അങ്ങനെ ഊഹം പറയാ എന്നുള്ള ഒരു പ്രയോഗം ഇവിടെ അല്ലാഹു തആല ഉപയോഗിച്ചിട്ടില്ല. തന്നെയല്ല, അത് കുറച്ച് ആളുകൾക്ക് അറിയുള്ളൂ എന്നും പറഞ്ഞു. അതിന് ഇബ്നു അബ്ബാസ് പറയുന്ന മുഫസ്സിറുകളിൽ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ അന മിൻ ദാലിക്കൽ ഖലീൽ, ആ കുറഞ്ഞ ആളുകളിൽ പെട്ട ആളാണ് ഞാൻ, അതുകൊണ്ട് 7 ആളാണ് അസ്ഹാബുൽ കഹ്ഫ്, 8ാമത്തത് നായയാണ് എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? പ്രബലമായ അഭിപ്രായം 7 ആളാണ്, 8ാമത്തത് നായയാണ് എന്നുള്ളത്. പിന്നെ റസൂലിനോട് അല്ലാഹു പറയാണ്, അവരുമായിട്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് ഇതിന്റെ യഥാർത്ഥ രൂപം അറിഞ്ഞതിന് ശേഷമല്ലാതെ തർക്കിക്കരുത്, അവരോട് ചോദിക്കും വേണ്ട. വഹി വരുന്നതനുസരിച്ച് റസൂൽ നീങ്ങിയാൽ മതി എന്നുള്ളതാണ് റസൂലിനോട് പറഞ്ഞു കൊടുത്ത കാര്യം. പിന്നെ 23ാമത്തെ ആയത്ത് വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ, വലാ തഖൂലന്ന, നീ ഒരു കാര്യം പറയരുത്, ലിശൈഇൻ, എന്തെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിച്ച് നീ പറയരുത്, ഇന്നി ഫാഇലുൻ ദാലിക, ഞാൻ അത് ചെയ്യും, ഗദൻ, നാളെ ഞാൻ ഒരു കാര്യം പ്രവർത്തിക്കാം എന്നുള്ള പറയരുത്. ഇത് അങ്ങനെ പറയാൻ പാടില്ല. ഇല്ല ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചാലല്ലാതെ ഞാനത് ചെയ്യും, നാളെ ചെയ്യും എന്ന് പറയരുത്. അപ്പോ ഞാൻ നാളെ പറയാം എന്ന് പറഞ്ഞല്ലോ. ഖുറൈശികളിൽ നേതാക്കൾ വന്നപ്പോൾ റസൂല് പറഞ്ഞു നാളെ പറയാം എന്ന് പറഞ്ഞു. അവിടെ ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ല. ഇത് പറയാത്തത് കൊണ്ട് 15 ദിവസത്തോളം വഹി വരാൻ താമസിച്ചു. അപ്പൊ നാളെ പറയാൻ പറ്റിയില്ല. 15 ദിവസത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവരോട് കാര്യം ഉണർത്താൻ പറ്റിയുള്ളൂ. അപ്പോ അല്ലാഹു തആല പറയാണ്, ഇത് ഇബ്നു കസീർ പറയുന്നത് വലിയ മുഫസ്സിറാണ്. അദ്ദേഹം പറയുന്നത് ഇത് കാരണമായിട്ടാണ് റസൂലിന് നാളെ പറയാം എന്ന് പറഞ്ഞെങ്കിലും ഇൻഷാ അല്ലാഹ് പറയാത്തത് കൊണ്ടാണ് 15 ദിവസം വഹി താമസിക്കാൻ കാരണം. അതിന്റെ പേരിലാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന്. വദ്കുർ റബ്ബക, 24ാമത്തെ ആയത്താണ്. ഇല്ലാ യശാ അല്ലാഹു വദ്കുർ റബ്ബക ഇദാ നസീത വഖുൽ അസാ അൻ യഹ്ദിയനി റബ്ബി ലിഅഖ്റബ മിൻ ഹാദാ റശദാ വലാ തഖൂലന്ന ലിശൈഇൻ, നീ ഒരു കാര്യത്തെ പറ്റി പറയരുത്, ഇന്നി ഫാഇലുൻ ദാലിക, ഞാനത് അങ്ങനെ ചെയ്തോളാം, ഗദൻ, നാളെ എന്ന് പറയില്ല. യശാ അല്ലാഹു, അല്ലാഹു ഉദ്ദേശിച്ചാലല്ലാതെ. വദ്കുർ റബ്ബക, നീ റബ്ബിനെ സ്മരിക്കണം, ഓർക്കണം. ഇദാ നസീത, നീ മറന്നു പോയാൽ ഓർമ്മ വരുമ്പോൾ അല്ലാഹുവിനെ ഓർക്കണം. വഖുൽ, നീ പറയുക, അസാ അൻ യഹ്ദിയനി, അല്ലാഹു എന്നെ നേർവഴിയിലാക്കിയേക്കാം, റബ്ബി, എന്റെ രക്ഷിതാവ് എന്നെ നേർവഴിയിലാക്കിയേക്കാം, ലിഅഖ്റബ, ഏറ്റവും അടുത്തതിലേക്ക്, മിൻ ഹാദാ, ഇതിനേക്കാൾ ഏറ്റവും അടുത്തതിലേക്ക്, എന്നെ റഷദ, സന്മാർഗത്തിൽ നിന്ന് ഏറ്റവും അടുത്തതിലേക്ക് എന്നെ ആക്കിയേക്കാം എന്ന് നീ പറയുകയും ചെയ്യണം. ഇവിടെ
നബി അലൈഹി വസല്ലമ ഖുറൈശികളോട് നാളെ പറയാമെന്ന് പറഞ്ഞു. അതിന് ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ല. അങ്ങനെ പറയാൻ മറന്നു കഴിഞ്ഞാൽ, മേലിൽ എന്തെങ്കിലും പറയാൻ മറന്നു കഴിഞ്ഞാൽ, പിന്നീട് അള്ളാഹുവിനെ ഓർമ്മ വന്നാൽ പറയണം. റബ്ബി എന്ന് പറയണം. പിന്നെ 25-ാമത്തെ ആയത്ത് അവര് ഉറങ്ങിക്കഴിച്ചുകൂട്ടി. ലബിസൂഫി കഹ്ഫിഹിം, അവരുടെ ഗുഹയിൽ. അസ്ഹാബുൽ കഹ്ഫ് താമസിച്ചു, ഉറങ്ങിക്കഴിച്ചുകൂട്ടി. കഹ്ഫില് എന്നൊക്കെ ആവാം. സലാസമിയത്തിൻ സിനീന, 300 വർഷം കഴിച്ചുകൂട്ടി. അവര് വർദ്ധിപ്പിച്ചു. എന്നൊരു 9 കൊല്ലത്തെയും കൂടെ. അപ്പൊ 309 കൊല്ലം ഗുഹയിൽ കഴിച്ചുകൂട്ടി. അവര് താമസിച്ചു അവരുടെ ഗുഹയിൽ 300 വർഷം. സിനീന 300 വർഷം താമസിച്ചു. ജാസ്തിയാക്കി 9 വർഷത്തെയും കൂടി. അപ്പൊ 309 കൊല്ലം ഗുഹയിൽ ഉറങ്ങിക്കിടന്നു. ഈ 25 ആയത്തുകൾ ഇപ്പൊ നമ്മൾ എടുത്തു. 5 ആയത്ത് ഇപ്പോഴെടുത്തു. 25 ആയത്തുകൾ. ഇതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ അസ്ഹാബുൽ കഹ്ഫ് ഉണർന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ്. ഇവര് ഉണർന്ന് അധികം താമസിയാതെ മരിച്ചു പോവുകയും ചെയ്തു. അതിന്റെ പേരിലാണല്ലോ അവരെ പറ്റി മരിച്ച് പിന്നെ ഇവര് കുറെ കാലം കഴിഞ്ഞിട്ട് ഇവരുടെ കാര്യം വ്യക്തമാക്കി കൊടുത്ത് അള്ളാഹു അറിയിച്ചു കൊടുത്തു. ആ അറിയിച്ചു കൊടുത്ത സന്ദർഭത്തിലാണ് ഇവർ തമ്മിൽ ഈ ചർച്ച നടക്കുന്നത്, അഹ്ലു കിതാബുകൾ തമ്മിൽ. അപ്പോൾ ഇതെല്ലാം ഇപ്പൊ 25-ാമത്തെ ആയത്ത് വരെ നമ്മൾ എടുത്തു. ഇനി 26 മുതൽ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിലാവാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.